ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you. നമസ്കാരം. ജില്ലാ വാർത്തകൾ. എംഎൽഎമാരുടെ കൂട്ടായ്മയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററുകൾ യാഥാർത്ഥ്യമാകുന്നു. ഇതോടെ സാധാരണക്കാർക്ക് വെന്റിലേറ്ററുകൾ അടക്കമുള്ള ആധുനിക ചികിത്സ ഉറപ്പുവരുത്താൻ തയ്യാറാവുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. കേരളത്തിലെ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് എ പ്രദീപ് കുമാർ എംഎൽഎ. മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ക്വാർട്ടേഴ്സുകൾ ആവശ്യമില്ലെന്നും അദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്. നഗരത്തിന് ഒരു ഗ്രന്ഥശാല കൂടി പിറവിയെടുക്കുന്നു. മാവൂർ റോഡിൽ ലൈബ്രറി കൌൺസിലിന്റെ ലൈബ്രറിയുടെ ശിലാസ്ഥാപനം നടന്നു. മെഡിക്കൽ കോളേജിന് വെന്റിലേറ്ററുകൾ നൽകാനൊരുങ്ങി എംഎൽഎമാരുടെ കൂട്ടായ്മ. ദുരിതം പരിഹരിക്കാൻ മുൻകൈയെടുത്തത് മന്ത്രി ടി പി രാമകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ക്വാർട്ടേഴ്സുകൾ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞുവെന്ന് എ പ്രദീപ് കുമാർ എംഎൽഎ. എന്നാൽ പോലീസ് ക്വാർട്ടേഴ്സുകൾ അനിവാര്യമാണ്. പക്ഷേ കേരളത്തിലെ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥ പരിതാപകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. എ പ്രദീപ് കുമാർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ശ്വാസം മുട്ടിക്കുന്ന രീതിയിലുള്ള പോലീസ് സ്റ്റേഷനുകളുടെ അന്തരീക്ഷം മാറ്റണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾ പഴക്കമുള്ള പോലീസ് സ്റ്റേഷൻ മാതൃക ഇന്നും ഈച്ചക്കൊപ്പി പോലെ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ക്വാർട്ടേഴ്സുകൾ ഒഴിവാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. പോലീസ് സേനാംഗങ്ങൾക്ക് ക്വാർട്ടേഴ്സുകൾ അനിവാര്യവുമാണ്. എന്നാൽ കേരളത്തിലെ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥ ഇന്ന് പരിതാപകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റിനും ഇപ്പോൾ ക്വാർട്ടേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ NGO ക്വാർട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങളില്ലേ, അതൊന്നും ഇപ്പോൾ പഴയതുപോലെ നിലനിർത്തേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? എല്ലാ ആളുകൾക്കും നല്ല ശമ്പളമുണ്ട്. വീട് വാടകയ്ക്ക് തന്നെ താമസിക്കണം. ഗവൺമെന്റിന്റെ വലിയ വികസന പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കോടാനുകോടി രൂപ വിലമതിക്കുന്ന സ്ഥലം ഇങ്ങനെ ഒരുപാട് ക്വാർട്ടേഴ്സുകൾ കെട്ടിയുണ്ടാക്കുക, ഏത് ചെറിയ പൈസ കൊടുക്കുക. അവർക്ക് ഹൗസ് എന്ന HRA പ്രസിഡന്റ് അലവൻസ് അതും വാങ്ങും, വലിയ സാലറി ഉണ്ട്. പിന്നെ അതിന് പുറമെ സൗജന്യ നിരക്ക് ക്വാർട്ടേഴ്സും വേണ്ട കാര്യം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകൾക്കില്ല. പക്ഷെ പോലീസിന് അത് ആവശ്യമാണ്. കാരണം പോലീസ് സേനയായതുകൊണ്ട് അതിന് ബാരക് സിസ്റ്റം ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് പോലീസിന് ക്വാർട്ടേഴ്സ് സംവിധാനം ആവശ്യമാണ്. പോലീസ് ക്വാർട്ടേഴ്സുകളുടെ സ്ഥിതി എന്താണ്? ഏറ്റവും പഴഞ്ചനും പ്രാകൃതവുമായ രീതിയാണ്. ഇവിടുത്തെ ഓഫീസേഴ്സിന്റെ ക്വാർട്ടേഴ്സ് പോലും ഇവിടെ കാണാം. നിങ്ങളുടെ കമ്മീഷൻ ഓഫീസിന്റെ അപ്പുറത്തുള്ളത് വളരെ ദയനീയമായിട്ടുള്ളതാണ്. അതിനകത്ത് എങ്ങനെ നമ്മുടെ കുട്ടികൾ വളരുന്നത്? നിങ്ങൾ എന്തെങ്കിലും പിന്നെ അതിനെതിരെയുള്ള ഒരു വിമർശനം, ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോ? അത് പറയുന്നത് ഡിസിപ്ലിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. DGPമാർ മറ്റൊക്കെ വരുമ്പോൾ കൊണ്ടുപോയി കാണിക്കണം, ഒരു സന്ദർശനം അങ്ങോട്ട് വെക്കണം. ഈ അവസ്ഥയിലാണ് ജീവിക്കുന്നത്. KPOA സിറ്റി പ്രസിഡന്റ് കെ വിവേകാനന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PB രാജീവ്, KK മൊയ്തീൻകുട്ടി, R ബാലകൃഷ്ണൻ, EP പൃഥ്വിരാജ്, KS ഔസേഫ്, PC രാജൻ, GS ശ്രീജീഷ്, MM ബാലസുന്ദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ദേശീയ സംസ്ഥാന തലത്തിൽ വിവിധ മേഖലയിൽ വിജയം നേടിയ സംഘടനാ അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ഉപഹാരം നൽകി. രണ്ടാമതായി കേസന്വേഷണത്തിന്റെ ഭാഗത്തിൽ അടുത്തതായി 2016 കേരള രാജീവ് PM ASF പോലീസ്. അടുത്തതായി 2016 തമിഴ്നാട്ടിൽ വെച്ച് നടന്ന കോഴിക്കോട് ജില്ലാ ലൈബ്രറി കൌൺസിൽ SNPSS ലൈബ്രറി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി P അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പാരമ്പര്യമുള്ള കോഴിക്കോടിന്റെ ഹൃദയഭാഗത്ത് അക്ഷരസ്നേഹികളുടെ ആശയവും അഭിലാഷവുമായ ഒരു സാംസ്കാരിക സ്ഥാപനമായ SNPSS ലൈബ്രറി മന്ദിരം കൂടി പിറവിയെടുക്കുന്നു. അക്ഷരമുത്തുകൾ കോർത്തിണക്കിയ ഗ്രന്ഥങ്ങൾ നവമാധ്യമങ്ങൾ ഉൾപ്പെടുത്തി
ഡിജിറ്റൽ ലൈബ്രറി, റഫറൻസ് ഗ്രന്ഥങ്ങൾ എന്നിവ സാധാരണക്കാർക്കും പ്രാപ്യമായ വിധത്തിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുന്നതിനുള്ള ഗ്രന്ഥപുര എന്നിവ കോഴിക്കോട് KSRTCക്ക് സമീപം മാവൂർ റോഡിലാണ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ലൈബ്രറി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി P. അപ്പുക്കുട്ടൻ നിർവഹിച്ചു. ഗ്രാമീണ ഗ്രന്ഥങ്ങൾക്ക് കേന്ദ്രീകൃത നേതൃത്വം വേണമെന്ന ആശയത്തിൽ നിന്നുമാണ് ലൈബ്രറി കൌൺസിലിന് പിറവിയെടുക്കുന്നത്. എഴുതാനും വായിക്കുവാനും അറിയുന്ന ജനങ്ങളെ വളർത്തിയെടുത്തത് ഇങ്ങനെ വളർന്നു വന്ന ഗ്രാമീണ ഗ്രന്ഥശാലകളാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രാമീണ ഗ്രന്ഥശാലകൾ അത് നവോത്ഥാന പ്രസ്ഥാനത്തെ തൊട്ട് ദേശീയ പ്രസ്ഥാനത്തെ തൊട്ട് നമ്മുടെ രാജ്യത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തൊട്ട് ഉയർന്നു വന്നിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഗ്രന്ഥശാലകൾക്കൊരു കേന്ദ്രീകൃത നേതൃത്വം വേണമെന്ന ചിന്താഗതി ആദ്യമായിട്ട് ഉയർന്നു വന്നത് ഈ പട്ടണത്തിൽ നിന്നാണ്. ശരീരനായിട്ടുള്ള K. ദാമോദരൻ നേതൃത്വം നൽകിയ ഒരു സംരംഭം. ഡെപ്യൂട്ടി മേയർ മീര ദർശക് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ P. സുരേഷ് ബാബു, N. ശങ്കരൻ മാസ്റ്റർ, K. ചന്ദ്രൻ മാസ്റ്റർ, A. ഗംഗാധരൻ നായർ, PB മുരളീബാസ്, K. ദാമോദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. MLA-മാരുടെ കൂട്ടായ്മയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് 13 വെന്റിലേറ്ററുകൾ നൽകുന്നു. മെഡിക്കൽ കോളേജിലെ ദുരിതം പരിഹരിക്കാൻ മുൻകൈയെടുത്തത് മന്ത്രി T.P. രാമകൃഷ്ണനാണ്. തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി T.P. രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 13 MLA-മാർ ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കായി 13 വെന്റിലേറ്ററുകൾ നൽകാനൊരുങ്ങുകയാണ്. വെന്റിലേറ്ററുകളുടെ അഭാവത്താൽ രോഗികൾ ദുരിതമനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി മറ്റു MLA-മാരുമായി ചേർന്ന് ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. MLA-മാരുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപ വീതമാണ് വെന്റിലേറ്ററുകൾ വാങ്ങാനായി മാറ്റിവെക്കുന്നത്. മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്ന മണ്ഡലത്തിലെ MLA ആയ A. പ്രദീപ്കുമാർ MLA ഒഴിച്ച് 12 പേർക്കും മണ്ഡലത്തിന് പുറത്തുള്ള വികസന പ്രവർത്തനമായതിനാൽ പ്രത്യേക സർക്കാർ ഉത്തരവ് ആവശ്യമായിരുന്നു. 13 MLA-മാരും ഒപ്പിട്ട സമ്മതപത്രത്തോടുകൂടിയ അപേക്ഷ ധനകാര്യ വകുപ്പിൽ സമർപ്പിച്ചതിനെ തുടർന്ന് പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചതായി A. പ്രദീപ്കുമാർ MLA പറഞ്ഞു. നിലവിൽ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററുകൾ ആവശ്യത്തിനില്ലാത്തതുമൂലം നിരവധി പേരാണ് വൻതുക നൽകി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടുന്നത്. ഈ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചാണ് പദ്ധതിക്ക് രൂപം നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വെന്റിലേറ്ററുടെ കുറവ്, ഒരു പെട്ടെന്ന് ക്രിട്ടിക്കലായുള്ള പേഷ്യൻ്റ് വന്നാൽ സപ്പോർട്ട് കൊടുക്കാനുള്ളതാണിത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു ദിവസം വെന്റിലേറ്റർ സപ്പോർട്ടിന് ആയിരക്കണക്കിന് രൂപ കൊടുക്കണം. അതൊന്നും സാധാരണക്കാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചാണ് എല്ലാവരും കൂടെ ഒരു വെന്റിലേറ്ററിന് 8 ലക്ഷം രൂപ വരും. അപ്പോൾ ഓരോ MLA-മാരും വെച്ചുകൊണ്ട് 13 ഇപ്പോൾ 13 ആയിക്കഴിഞ്ഞാൽ ഒരു താൽക്കാലിക ആശ്വാസമാണത്. മുതിർന്നവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ വെന്റിലേറ്ററുകളാണ് പദ്ധതിയിലൂടെ വാങ്ങുന്നത്. മന്ത്രിയുടെ നേതൃത്വത്തിൽ MLA-മാരുടെ കൂട്ടായ്മ നടത്തുന്ന ഈ പദ്ധതി ഒരു മാതൃകയാവട്ടെ. കോഴിക്കോട് നിന്നും ക്യാമറമാൻ രാഹുൽ മക്കടയ്ക്കൊപ്പം നയൻതാര. ജില്ലാ വാർത്തകൾ. AISF കോഴിക്കോട് ജില്ലാ ക്യാമ്പിന് ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് AISF സംസ്ഥാന സെക്രട്ടറി ശുഭേർ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. AISFന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കോഴിക്കോട് ജില്ലാ ക്യാമ്പിന് ഈസ്റ്റ് ഹിൽ യൂത്ത് ഹോസ്റ്റലിൽ തുടക്കമായി. AISF സംസ്ഥാന സെക്രട്ടറി ശുഭേർ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് നാം പിറവിയെടുത്തത് എങ്കിൽ നീണ്ട 81 വർഷങ്ങൾ നമ്മുടെ സംഘടന പിന്നിടുമ്പോൾ നാം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടത്തെ പോലെ തന്നെ കരുത്തുറ്റ ഉജ്ജ്വലമായ ഒരു പുതിയ പോരാട്ടത്തിന്റെ പാതയിലാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം. 8 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും പിറവിയുടെ 8 പതിറ്റാണ്ടിന് മുന്നിൽ നമ്മുടെ പ്രസ്ഥാനം വർഗീയ ഫാസിസ്റ്റുകൾക്കെതിരായ വർത്തമാനകാല പോരാട്ടത്തിൽ ആ പോരാട്ടത്തെ ഇന്ത്യയിൽ നയിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. AISF ചരിത്രം, സംഘടന, സംഘാടനം എന്നീ വിഷയങ്ങളിൽ AIYF സംസ്ഥാന സെക്രട്ടറി മഹേഷ് കക്കത്ത് ക്ലാസ് നൽകി. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ, M നാരായണൻ മാസ്റ്റർ, KG പങ്കജാക്ഷൻ, P ഗവാസ്, റീന മുണ്ടങ്ങോട്ട്, ജംഷീർ മങ്കട എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. AISF ജില്ലാ സെക്രട്ടറി CK ബിജിത്ത് ലാൽ സംഘടനാ പരിപാടി അവതരിപ്പിച്ചു. CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ക്യാമ്പിനെ അഭിവാദ്യം ചെയ്തു. വാർത്തകളിൽ ഒരിടവേള.
1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017 എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്നനഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്നനഗരിയിൽ. സ്വർണത്തിന്റെ വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ഇപ്പോൾ മികച്ച അവസരം. വിലയുടെ 10% മുതൽ നൽകി വിവാഹ സ്വർണം മുൻകൂർ ബുക്ക് ചെയ്യൂ. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയ്ക്കും കുറഞ്ഞാൽ കുറഞ്ഞ വിലയ്ക്കും ആഭരണങ്ങൾ സ്വന്തമാക്കൂ. കൂടാതെ പണിക്കൂലിയിൽ 25% മുതൽ 40% വരെ ഇളവും. ഈ സവിശേഷ ആനുകൂല്യം മാർച്ച് 31 വരെ മാത്രം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. ഒരു പുൽക്കൊടിക്കും ഒരു കുഞ്ഞൻ തവളയ്ക്കും ചെറുമീനിനും അവകാശപ്പെട്ടതെല്ലാം എനിക്കും നിനക്കും ഭൂമിയിലുള്ള എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് തെളിയിക്കുകയാണ് കൊയിലാണ്ടി സ്വദേശി അഞ്ജിമ. ദേശീയ തലത്തിൽ നിരവധി പുരസ്കാരങ്ങളാണ് ഈ കലാകാരിയെ തേടിയെത്തിയിട്ടുള്ളത്. ഈ കൈകൾ വെറുതെയാവില്ല. ചിത്രവഴിയിൽ കവിത രചിക്കുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി കൊയിലാണ്ടി സ്വദേശി മഞ്ജിമി നേടിയ കേന്ദ്ര ഗവൺമെന്റിന്റെ കലാപഠനത്തിനുള്ള സ്കോളർഷിപ്പിലൂടെ ലഭിച്ച അംഗീകാരം പകർന്നു നൽകുന്നത് സമൂഹത്തിലേക്ക് തുറന്നുവെച്ച വലിയൊരു കണ്ണാടിയാണ്. സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പദ്ധതികളെയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളെയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ തന്റെ ചിത്രങ്ങളിലെ വർണ്ണങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് ആലോചിക്കുകയാണ് ഈ കുട്ടി. വർണ്ണക്കൂട്ടുകളിൽ തന്റെ സാമൂഹിക പ്രതിബദ്ധത വിളിച്ചോതുകയാണ് ഈ കൊച്ചുമിടുക്കി. പ്രാദേശികവും ദേശീയവും അന്തർദേശീയവുമായ ഒട്ടേറെ അംഗീകാരങ്ങൾ അഞ്ജിമിയെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെയും ജലമന്ത്രാലയത്തിന്റെയും ദേശീയ പുരസ്കാരങ്ങൾ, സംസ്ഥാന കൃഷി വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ഊർജ്ജ വകുപ്പിന്റെയും പുരാവസ്തു വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെയും വിദ്യാരംഗം സംസ്ഥാന സാഹിത്യോത്സവ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നേടിയും സ്കൂൾ കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു. കേന്ദ്ര ഊർജ്ജ മന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് ആണ് ദേശീയതല സമ്മാനം ഏറ്റുവാങ്ങിയത്. കാനന സംഗമം 2015 അനുബന്ധിച്ച് വനം വകുപ്പ് നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ സംസ്ഥാന തലത്തിൽ സമ്മാനം നേടി. 6 വർഷമായി ചിത്രകലാ അധ്യാപകനായ ലിജീഷിന്റെ ശിക്ഷണത്തിലാണ് പൂക്കാട് ചിത്രപുരയിൽ ചിത്രരചന പഠിക്കുന്നത്. ഫാബ്രിക് പെയിന്റിംഗ്, വാട്ടർ കളർ, പെൻസിൽ ഡ്രോയിംഗ്, ഓയിൽ പെയിന്റിംഗ് എന്നിവ പരിശീലിച്ചു വരുന്നുണ്ട്. വീട്ടുകാരുടെയും അധ്യാപകന്റെയും അകമഴിഞ്ഞ പ്രോത്സാഹനവും സ്നേഹമാർഗനിർദ്ദേശങ്ങളും ഇതിന് മുതൽക്കൂട്ടായെന്ന് അഞ്ജിമി പറയുന്നു. പുരസ്കാരങ്ങൾ ചിലത് അതിലെ വലിപ്പച്ചെറുപ്പമൊന്നും തന്റെ സർഗസബരിയോട് വെക്കുന്നില്ല. ഇതിനെല്ലാം കൂടെയുണ്ട് അച്ഛൻ സുരേഷ് കുമാറും അമ്മ മിനിയും സഹോദരൻ അഭിനവും. കൂടെ സഞ്ചരിച്ച് ചിത്രങ്ങൾ പകർത്തി വരയ്ക്കാനായി സഹായിക്കുന്നുമുണ്ട്. ഈ വർണ്ണങ്ങളിൽ രസകരമായ ആഘോഷങ്ങളും പ്രകൃതിയുടെ മനോഹരമായ കാഴ്ചകളും കാണാം. മുതിർന്ന പൌരന്മാരെ ആദരിച്ചും കലാവിരുന്നൊരുക്കിയും അരീക്കാട് റെസിഡൻസ് അസോസിയേഷൻ 7ാമത് വാർഷികം ആഘോഷിച്ചു. മാധ്യമം റീജിയണൽ മാനേജർ CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അരീക്കാട് റെസിഡൻസ് അസോസിയേഷന്റെ 7ാമത് വാർഷികാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്നു. രാജാ തിയേറ്ററിൽ നടന്ന പരിപാടി മാധ്യമം ദിനപത്രം റീജിയണൽ മാനേജർ CP മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് KK നാരായണൻ അധ്യക്ഷം വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന പൌരന്മാരെ മുഹമ്മദ് പോക്സൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. EN കിടാവ്, M ശിവദാസൻ, KK ശ്രീധരൻ നായർ, K ജാനകിയമ്മ, സീതാലക്ഷ്മി എന്നിവരെയാണ് ആദരിച്ചത്. A പ്രഭാകരൻ, AV വേലായുധൻ, ഐജാസ് KT, ബിന്ദു മോഹൻ, M ശിവദാസൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
വെള്ളയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വീണ്ടും കാള ചത്തു. നാട്ടുകാരുടെ ബുദ്ധിമുട്ടിന് അറുതിയില്ല. അലഞ്ഞുതിരിയുന്ന കാലികൾക്കെതിരെ നടപടി ഇതോടെ നിലച്ചു. വെള്ളയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വീണ്ടും കാലി ചത്തു. ഏറ്റവും ഒടുവിൽ ട്രെയിനിടിച്ച് ചത്ത കാലിയുടെ ജഡം കുഴിച്ചിടാൻ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ എത്തിയിരുന്നില്ല. ഇത് വിവാദമായിരുന്നു. ബുധനാഴ്ച രാവിലെ 11ഓടെ കുടുങ്ങിയ വെളുത്ത മൂരിക്കുട്ടന്റെ ജഡം വ്യാഴാഴ്ച 4 മണിയോടെ നഗരസഭയുടെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ വെള്ളയിൽ റെയിൽവേ സ്റ്റേഷന് സമീപം തന്നെ കുഴിച്ചിട്ടു. ട്രെയിൻ തട്ടി ചാവുന്ന കാലികളെ ആരാണ് സംസ്കരിക്കുക എന്നത് സംബന്ധിച്ച് തർക്കം പതിവാണ്. മുമ്പ് ജഡം കുഴിച്ചിടാൻ ശ്രമിച്ചപ്പോൾ സ്ഥലം കയ്യേറിയതിന് റെയിൽവേ നടപടിയെടുത്തത് കാണിച്ചാണ് കോർപ്പറേഷൻ ജീവനക്കാർ വിട്ടുനിൽക്കുന്നത് എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ CK വത്സൻ പറഞ്ഞു. തങ്ങളുടെ ഭൂമിയിൽ ജഡം സംസ്കരിക്കാനോ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ നിർവാഹമില്ലെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഇക്കാരണത്താൽ നാട്ടുകാരാണ് ബുദ്ധിമുട്ടിലാവുന്നതെന്ന് പ്രദേശവാസി സുധീർ ശേഖർ പാലക്കണ്ടി പറഞ്ഞു. അലഞ്ഞു തിരിയുന്ന കാലികളെ പിടിച്ചുകെട്ടാൻ ഇപ്പോൾ കോർപ്പറേഷൻ ഫലപ്രദമായി നടപടികൾ എടുക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. പുതിയ ഭരണസമിതി അധികാരമേറ്റയുടൻ കാലികൾക്കെതിരെ ശക്തമായ നടപടി എടുത്തിരുന്നു. എന്നാൽ പിന്നീട് ആ നടപടി നിലച്ചു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറവുകാർ കൊണ്ടുവരുന്ന മൃഗങ്ങളെയാണ് അയച്ചുവിടുന്നതെന്ന് ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം ചത്ത കാളയ്ക്ക് സമീപം മറ്റു കാലികളും ഉണ്ടായിരുന്നു. റെയിൽവേക്കാരുടെയും കോർപ്പറേഷൻകാരുടെയും കരിങ്കൽ ഹൃദയം മനസ്സിലാക്കാതെ നിസ്സംഗനായി നിൽക്കുന്ന കാളയെ സമീപത്ത് കാണാമായിരുന്നു. കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പഴയകാല പ്രശസ്ത ഫോട്ടോഗ്രാഫർ P. ചോയ്ക്കുട്ടിയെ ആദരിച്ചു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉപഹാരം നൽകി. മാധ്യമലോകത്തിന്റെ പഴയകാല പ്രശസ്ത ഫോട്ടോഗ്രാഫർ P. ചോയ്ക്കുട്ടിയെ കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചരിത്രത്തിൽ നിരവധി സംവാദ ചിത്രങ്ങൾ എടുക്കാനും തന്റെ ശമ്പളത്തിന്റെ പകുതിയും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാനുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത് വരും തലമുറയ്ക്കാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പറഞ്ഞു. ആ ഒരു തലമുറക്ക് ശരിക്കും കരുത്ത് പകർന്ന അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ഫോട്ടോഗ്രാഫർമാർക്ക് ശരിക്കും ഒരു സപ്പോർട്ടായിട്ട് ഒരു ഇൻഫർമേഷൻ ഹൗസ് പോലെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരാളാണ് ചോയ്ക്കുട്ടിയേട്ടൻ. ഇന്നത്തെ വർത്തമാന ലോകത്ത് പഠനം ഒരു കച്ചവടമാക്കുന്നത് മാധ്യമം തന്നെയാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ലക്ഷങ്ങൾ വാങ്ങി പഠിപ്പിക്കുന്ന പ്രവണതയെ ചോദ്യം ചെയ്യണമെന്നും ഇതിനെതിരെ ശക്തമായി പ്രവർത്തിക്കണമെന്നും ചടങ്ങിൽ പറഞ്ഞു. ഫോട്ടോഗ്രാഫി വെറും 5 ദിവസം കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് ബാർഗെയിൻ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാനിപ്പോൾ. 5 ദിവസം മതി ശരി, അതിന് വാങ്ങുന്ന ലക്ഷങ്ങൾ ഫീ വാങ്ങിയിട്ടാണ് ഈ ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടുപോകുന്നത്. ഇത് പക്ക കച്ചവടമായി മാറിക്കഴിഞ്ഞു. ശരിക്കും ആ കച്ചവടത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളാണെന്നുള്ളത് ഞാൻ തുറന്ന് പറഞ്ഞു. ശരിക്കും പ്രസ് ക്ലബ് സെക്രട്ടറി N. രാജേഷ്, പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റ് KC റിയാസ്, P. മുസ്തഫ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കോട്ടൂളി മാമ്പിലാംപറമ്പ് മാലാടത്ത് ക്ഷേത്രത്തിലെ ചുമർ ശില്പം പൂർത്തിയായി. പരമശിവ കുടുംബം പ്രമേയമാക്കിയുള്ള ശില്പത്തിന് 12 അടി പൊക്കവും 34 അടിയോളം വീതിയുമുണ്ട്. ഗുരുകുലം ബാബുവാണ് ശില്പനിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. കോട്ടൂളി മാമ്പിലാംപറമ്പ് മാലാടത്ത് ക്ഷേത്രത്തിൽ ചുമർ ശില്പ സമർപ്പണം നടന്നു. പരമശിവ കുടുംബ പ്രമേയമാക്കിയുള്ള ശില്പത്തിന് 12 അടി പൊക്കവും 34 അടിയോളം വീതിയുമുണ്ട്. 400 ചതുരശ്ര അടിയോളം വിസ്തീർണവുമുണ്ട്. ഈ വലുപ്പത്തിൽ ചുമർ ശില്പങ്ങൾ കേരളത്തിൽ ഇല്ലെന്ന് കരുതുന്നതായി നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ശില്പി ഗുരുകുലം ബാബു പറഞ്ഞു. മുതുവേടത്ത് പരേതയായ PT രാധമ്മയുടെ സ്മരണയ്ക്കായി മകൻ PT രാജേഷാണ് ശില്പം സമർപ്പിച്ചത്. ഗുരുകുലം ബാബുവിനോടൊപ്പം സനോജ് അത്തോളി, പ്രജീഷ് ശ്രീകലം, സജിത് കണ്ടംകുളം, സജീഷ് ഹർഷ എന്നിവരും ചേർന്നാണ് ഒരാഴ്ച കൊണ്ട് സിമന്റിൽ തീർത്ത ശില്പം ലോഹപ്രതീതിയിലാക്കിയത്. വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള നാട്ടുകാരെ, ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ് പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ?
കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നത്? കോഴിക്കോട് ബീച്ചിലെന്താ? കോഴിക്കോട് ബീച്ചിലെന്താ? കോഴിക്കോട് ബീച്ചിലെന്താ? കോഴിക്കോട് ബീച്ചിലെന്താ? കോഴിക്കോട് ബീച്ചിലെന്താ? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. ഓ മൈ ഗോഡ്, 1/2 കിലോ കൂടി. ഹെവി വെയിറ്റോ? എനിക്കോ? ഉഫ്, എത്ര കാലായി ലൈറ്റ് ഫുഡല്ലേ ഞാൻ കഴിക്കാം. ഓ വാവ്, താങ്ക് ഗോഡ് നമുക്ക് ഒരേ ടേസ്റ്റ് ആയത്. അച്ഛാ, നിനക്ക് എല്ലാം ഫെദർ ലൈറ്റ് അല്ലേ വേണ്ടേ? Super Featherlight Wedding Silk Collections for the Young India from Kalyan Silks. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഴ്സുമാർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ഏപ്രിൽ 21 മുതൽ 27 വരെയാണ് ശില്പശാല. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ധനസഹായത്താൽ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നഴ്സുമാർക്കായി ശില്പശാല ആരംഭിച്ചു. ഏപ്രിൽ 21 മുതൽ 27 വരെയാണ് ശില്പശാല. ഐസ് ബ്രേക്കിംഗ് സെക്ഷനും മോക്ക് ഡ്രില്ലും റോൾ പ്ലേയും സെക്ഷൻ ആദ്യ ദിവസം നടന്നു. അപ്പൊ യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ 100 ഉണ്ടായിരുന്നത്. അപ്പൊ ഉള്ളത് മുഴുവൻ പോയി. മനസ്സിലായി? അപ്പൊ പ്രൊഡക്ഷൻ ഇല്ല, ആൾക്കാർക്ക് ഒന്നുമില്ല, ആകെ പട്ടിണി. അതിന്റെ പേരിലുള്ള മരണം, അത്രയും മരണമാണ് ഇതിനകത്ത് നടന്നത്. അതിനകത്ത് 1959-61 പീരീഡ് അവിടെ 20 മില്യൺ ജനങ്ങളാണ് മരിച്ചത്. പിന്നെ നമുക്കറിയാലോ 2005 കത്രീന, നല്ല സുന്ദരികളുടെ പേരൊക്കെ ഇട്ടിട്ട് അവരെ കൊടുങ്കാറ്റുകാരുടെ കിടക്കി. കത്രീനയിൽ 81 ബില്യൺ. അത് പ്രധാനമായിട്ട് ഗൾഫ് ഏരിയയിലാണ് ബാധിച്ചത്. അന്നത്തെ നഷ്ടമാണ്, സാമ്പത്തിക നഷ്ടമാണ് 81 ബില്യൺ. ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിലെ പ്രമുഖ വ്യക്തികൾ, നഴ്സിംഗ് കോളേജ് അധ്യാപകർ, പ്രമുഖ ആശുപത്രികളിലെ ദുരന്ത നിവാരണ ടീം അംഗങ്ങൾ എന്നിവരുടെ ക്ലാസുകളാണ് നടക്കുക. ഹിന്ദു എക്കണോമിക് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ 4ാമത് ദേശീയ ബിസിനസ് കോൺക്ലേവ് കടവ് റിസോർട്ടിൽ നടക്കും. പത്മഭൂഷൺ ഡോക്ടർ ജി മാധവൻ നായർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4ാമത് നാഷണൽ ബിസിനസ് കോൺക്ലേവ് ഈ മാസം 22-23 തീയതികളിൽ കോഴിക്കോട് കടവ് റിസോർട്ടിൽ നടക്കും. 22 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് ഹിന്ദു എക്കണോമിക് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മേലത്ത് പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം പത്മഭൂഷൺ ഡോക്ടർ ജി മാധവൻ നായർ ഉദ്ഘാടനം ചെയ്യും. വേദിയിൽ ഡോക്ടർ ആർ ബാലശങ്കർ, ഡോക്ടർ ഉഷി മോഹൻദാസ്, സ്വാതി ബോൺദിയ, രാധാകൃഷ്ണൻ മേലത്ത്, MR ശ്യാം, നിബു പ്രഭ, RG രമേശ്, PJ ഹരികുമാർ, രാജൻ നായർ പോയിലക്കട, S മുരളി, കർണൻ, KR ബാലൻ, ബാലകൃഷ്ണൻ, ഗിരിരാജൻ, MB രമേശ്, AK മോഹൻദാസ്, മുകുന്ദൻ എന്നിവർ സംബന്ധിക്കും. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ പ്രമുഖർ സംബന്ധിക്കും. ബ്രിട്ടീഷ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ഭരത് ജോഷി മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ RG രമേശ്, PJ ഹരികുമാർ, റിനീഷ് ടി, ശൈലേഷ് ഗോപിനാഥ്, അനിൽകുമാർ KP എന്നിവർ പങ്കെടുത്തു. ഇ അഹമ്മദ് സാഹിബ് സ്മാരക സമിതി അനുസ്മരണ സമ്മേളനവും പുസ്തക പ്രകാശനവും ഹോട്ടൽ മലബാർ പാലസിൽ നടന്നു. അഹമ്മദ് സാഹിബ് ബഹുമുഖ പ്രതിഭയുടെ വിസ്മയം എന്ന പുസ്തകം MP അബ്ദുസമദ് സമദാനി MLA VKC മുഹമ്മദ് കോയയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു. ജനാധിപത്യത്തിന്റെ സകല നന്മകളുടെയും പ്രതീകമാണ് ഇ അഹമ്മദ് എന്ന് MP അബ്ദുസമദ് സമദാനി പറഞ്ഞു. ഇ അഹമ്മദ് സാഹിബ് സ്മാരക സമിതി അനുസ്മരണ സമ്മേളനവും പുസ്തക പ്രകാശനവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയത്തെ സേവനത്തിനുള്ള മേഖലയായാണ് ഇ അഹമ്മദ് കണ്ടതെന്ന് അദ്ദേഹം അനുസ്മരിച്ചു. പല രാജ്യാന്തര വേദികളിലും ഇന്ത്യയുടെ സ്വരമായിരുന്ന ഇ അഹമ്മദ് അദ്ദേഹം വെറുതെ ഇരിക്കുന്നത് അപൂർവമായേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ വിദേശ നയം എന്തായിരിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് തന്റേതായ നിലപാടുകളുണ്ടായിരുന്നെന്നും സമദാനി പറഞ്ഞു. നമ്മുടെ ജനാധിപത്യത്തിന്റെ സകല നന്മകളെയും ആ നന്മകളുടെ ഒക്കെ പ്രതീകമായി കാണാൻ കഴിയുന്ന വലിയൊരു നേതാവ് നിറഞ്ഞു നിന്ന ഒരു കാലം നമ്മുടെ മനസ്സിലേക്ക് വരികയാണ്. സമിതി ചെയർമാൻ ആറ്റക്കോയ പള്ളിക്കണ്ടി അധ്യക്ഷനായി. മലബാർ പബ്ലിക്കേഷൻസിന്റെ ഇ അഹമ്മദ് സാഹിബ് ബഹുമുഖ പ്രതിഭയുടെ വിസ്മയം എന്ന പുസ്തകം VKC മുഹമ്മദ് കോയ MLA ഏറ്റുവാങ്ങി.
കല്ലായി റോഡിലെ ഇ അഹമ്മദ് സ്മാരക പഠന കേന്ദ്രം PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൌൺസിൽ പ്രസിഡന്റ് MV കുഞ്ഞാമു, പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ, സുപ്രഭാതം മാനേജിംഗ് എഡിറ്റർ നവാസ് പൂനൂർ, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ KF ജോർജ്, NC അബൂബക്കർ, PN ശാന്തകുമാരി, പ്രൊഫസർ വർഗീസ് മാത്യു, KP അബ്ദുള്ളക്കോയ, NP അബ്ദുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു. ഇ അഹമ്മദിന്റെ പാർലമെന്റ് പ്രസംഗങ്ങളും ലേഖനങ്ങളും സമാഹരിച്ച് പുസ്തകങ്ങൾ ഇറക്കാനും സമിതി തീരുമാനിച്ചു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ നടന്നു. ഉദ്ഘാടനം MLA PTA റഹീം നിർവഹിച്ചു. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് അസോസിയേഷന്റെ 43ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കോഴിക്കോട് ജില്ലാ സമ്മേളനം മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. KFPSA പ്രസിഡന്റ് N ബിജേഷിന്റെ അധ്യക്ഷതയിൽ MLA PTA റഹീം ഉദ്ഘാടനം ചെയ്തു. സ്റ്റാഫിന്റെ സ്ട്രെങ്ത്തിന്റെ കുറവാണോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത്? പക്ഷേ നിങ്ങളൊരിക്കലും തന്നെ സർക്കാർ ദുഷ്പേരുണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവാറില്ല. കേരളത്തിലെ മഹാഭൂരിപക്ഷം വനപാലകരും അണിനിരക്കുന്ന ശക്തമായ സംഘടനയാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന് സംഘാടനാ നേതാക്കൾ പറഞ്ഞു. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO PK ആസിഫ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. KFPSAയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K ജയകുമാറിന് യാത്രയയപ്പ് നൽകി. KFPSA സംസ്ഥാന ട്രഷറർ P വിനോദ്, KFPSA ഉത്തരമേഖലാ സെക്രട്ടറി SN രാജേഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ജാതിയുടെ പേരിൽ പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാലത്ത് ദൈവദശകത്തിന് നൃത്തച്ചുവടുകളുമായി ലിസി മുരളീധരനും സംഘവും ടാഗോർ ഹാളിൽ നടന്ന പരിപാടിയിലാണ് 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള നൃത്തം അരങ്ങേറിയത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം വെട്ടിക്കൊല്ലുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിന്റെ സർവ്വമത പ്രാർത്ഥനാ ഗീതമായ ദൈവദശകത്തിന് നൃത്തച്ചുവടുകളുമായി ലിസി മുരളീധരനും സംഘവും ടാഗോർ ഹാളിൽ നടന്ന പരിപാടിയിലാണ് 1.25 മണിക്കൂർ ദൈർഘ്യമുള്ള നൃത്തം അരങ്ങേറിയത്. കൃതിയുടെ ആത്മാവും അന്തസത്തയും ചോരാതെ ആനുകാലിക സംഭവങ്ങൾ കൂട്ടിയിണക്കിയാണ് നൃത്താവിഷ്കാരം ഒരുക്കിയത്. വിദ്യാധരൻ മാസ്റ്റർ സംഗീതം നൽകി അദ്ദേഹവും ചെങ്ങന്നൂർ ശ്രീകുമാറും ആലപിച്ച 40 വരികളാണ് നൃത്തത്തിനായി ഒരുക്കിയത്. പ്രപഞ്ചോൽപത്തി, ആധ്യാത്മിക ജീവിതത്തിന്റെ അനശ്വരത, ആനുകാലിക വിഷയങ്ങളായ രാഷ്ട്രീയ കൊലപാതകം, സ്ത്രീ പീഡനം, മദ്യലഹരി, എൻഡോസൾഫാൻ ദുരന്തം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് നൃത്തച്ചുവടുകളിലൂടെ വിടർന്നത്. ലിസിക്കൊപ്പം മകൾ സരിക മുരളീധരൻ ഉൾപ്പെടെ 30 നർത്തകികൾ കൂടി അരങ്ങിലെത്തി. സാംസ്കാരിക കൂട്ടായ്മയായ തിരുവരങ്ങാണ് നൃത്താവിഷ്കാരം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ PV ഗംഗാധരൻ, VR സുധീഷ്, ശിവഗിരി മഠത്തിലെ സന്യാസി ധർമ്മവ്രതൻ, റനീഷ് പേരാമ്പ്ര എന്നിവർ പങ്കെടുത്തു. ദൈവദശകം രചിച്ചതിന്റെ 100ാം വാർഷികത്തിലാണ് വടകര നാട്യകലാക്ഷേത്രം ഡയറക്ടറായ ലിസി മുരളീധരൻ ഇതിന് നൃത്താവിഷ്കാരവുമായി രംഗത്തെത്തിയത്. ഇതിനോടകം വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ നിരവധി വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ വാർത്തകൾ കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലെ പോലീസ് ക്വാർട്ടേഴ്സുകളുടെ അവസ്ഥ പരിതാപകരമാണെന്ന് A. പ്രദീപ് കുമാർ MLA. മറ്റു വകുപ്പുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ക്വാർട്ടേഴ്സുകൾ ആവശ്യമില്ലെന്നും അദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കോഴിക്കോട്. നഗരത്തിന് ഒരു ഗ്രന്ഥശാല കൂടി പിറവിയെടുക്കുന്നു. മാവൂർ റോഡിൽ ലൈബ്രറി കൌൺസിലിന്റെ ലൈബ്രറിയുടെ ശിലാസ്ഥാപനം നടന്നു. മെഡിക്കൽ കോളേജിന് വെന്റിലേറ്ററുകൾ നൽകാനൊരുങ്ങി MLA-മാരുടെ കൂട്ടായ്മ. ദുരിതം പരിഹരിക്കാൻ മുൻകൈയെടുത്തത് മന്ത്രി TP രാമകൃഷ്ണൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം. അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers. Astor Mims, Calicut and Kottakkal. We will treat you